ഞാൻ കുറച്ച് ദിവസം മുമ്പ് മിയനെ വിളിച്ചിട്ട് പറഞ്ഞു, മിയ ഇന്ന ഡേറ്റിൽ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഉണ്ട്, മിയ വരണം. ചേട്ടാ ഞാൻ പ്രേമിച്ച് കെട്ടിയതല്ല. ഞാൻ പറഞ്ഞു എനിക്കത് അറിയാം. എല്ലാരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിച്ചിട്ടല്ല, ഞാൻ അങ്ങനെ ഒരു പ്രാധാന്യം നോക്കിയിട്ടില്ല, അതുകൊണ്ടാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അല്ലേ, ഈ പ്രേമിച്ച് കെട്ടിയവർക്ക് പിന്നീട് ഇത് അറേഞ്ച് ചെയ്തായിരുന്നു അങ്ങനെ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ശ്രമിക്കുന്നവരുണ്ട്, കുറച്ചധികം ആൾക്കാരുണ്ട്. ഇതല്ലാത്തവർക്ക് ഈ ആരോപണം കേൾക്കുമ്പോ എന്ത് വേദന എന്നറിയാമോ? ഞങ്ങൾ എന്തോരം ത്യാഗങ്ങൾ ചെയ്തിട്ടാ മര്യാദയ്ക്ക് വന്നത്, അല്ലേ? എന്തര പ്രലോഭനങ്ങളെ തരണം ചെയ്ത് വന്നിട്ടാണ് വീട്ടുകാര് പറഞ്ഞ് ആലോചിച്ച് അങ്ങനെ എത്തിയതാണ്. ഈ മിയയുടെ ഹസ്ബൻഡിനെ മിയ എപ്പോഴും അപ്പു എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അപ്പു, പുള്ളിക്ക് വേറെന്തോ ഒരു പേര് ശരിക്കുണ്ടല്ലോ, എന്തത്? അശ്വിൻ ശരിക്കുള്ള പേര് അശ്വിൻ. പിന്നെ അശ്വിൻ അല്ലല്ലോ, ഇവന് വേറെന്തോ വിളിക്കുന്നത്, ഫിലിപ്പ് എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടത്. അപ്പനമ്മമാരിട്ട് അശ്വിൻ എന്നുള്ള പേര് ഇഷ്ടമില്ല, ഫിലിപ്പ് എന്നുള്ള പേര് ഇഷ്ടമാണ്. അതുകൊണ്ട് കുറെ അപ്പൊ അശ്വിന്റെ ആയും ഫിലിപ്പിന്റെ പായും എടുത്ത് മിയ അപ്പു എന്ന് വിളിക്കാൻ തുടങ്ങി പുള്ളിക്കാരനെ. അതുമല്ല, നമ്മൾ വിവാഹശേഷം ഭാര്യയും ഭർത്താവിനെയൊക്കെ നമ്മുടെ സ്വന്തമാക്കുന്നതിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഒരു പേരും കൂടി ഇടും. അത്രയും നാൾ ആരും വിളിക്കാത്ത ഒരു പേരും കൂടി ഇട്ടിട്ടാണ് പലരും വിളിക്കുന്നത്. പക്ഷെ മിയ പരമ്പരാഗതമായ പേരിൽ തന്നെ അങ്ങോട്ട് ചെന്ന് അപ്പു തന്നെ വിളിക്കാൻ വിളിച്ചത്. പക്ഷെ എന്നെ ചില പേര് വിളിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. എന്താ മിയക്ക് എന്താ അപ്പു വാവാന്നാണ് വീട്ടിൽ വിളിക്കുന്നത്? വാവാന്നാണ്, പുള്ളി വാവയെന്നാണോ വിളിക്കുന്നത്? എന്റെ മമ്മി എന്നെ വാവാന്നൊക്കെ വിളിക്കായിരുന്നു. എന്റെ ചേച്ചിക്ക് കുഞ്ഞിപ്പിള്ള 3 മക്കളാ. മമ്മിക്ക് കൊച്ചുമക്കൾ എന്നുണ്ടായോ അതിനുശേഷം മമ്മി എന്നെ വാവ കുഞ്ഞാവ അങ്ങനെ വിളിച്ചിട്ടില്ല. ആ സ്ഥാനം നമ്മുടെ പോയി. അത് കഴിഞ്ഞ് അതെ കുഞ്ഞാവയായി, എനിക്ക് കൊച്ചായി. പക്ഷെ ഹസ്ബൻഡ് വിളിക്കും, വാവാന്ന് വിളിക്കും. അപ്പൊ അത് ആ ചില പേര് എനിക്ക് ഇഷ്ടമാണ്. ഇനി ഈ അപ്പു നിങ്ങൾക്ക് മിയക്ക് കൊണ്ട് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്താണ് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക്? കല്യാണത്തിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് പുള്ളിയുടെ അടുത്തുനിന്ന് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടും. കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ നെക്സ്റ്റ് ഡേ ഉറങ്ങി എണീറ്റ് രാവിലെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ജ്വല്ലറിയുടെ ഒരു സെറ്റ് ഇങ്ങനെ കൊണ്ടു തന്നു. അപ്പത്തേക്ക് ഇതെന്താ സംഭവം? ഞാൻ ഓർത്തത് അവിടെ ഇങ്ങനെ ഇരുന്നാണ്. എന്താ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തുറന്നു നോക്ക് എന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഒരു ചോക്കറും അതിന്റെ ഒരു ഇയറിംഗ്. അതാണ് വെഡിങ്ങിന്റെ നെക്സ്റ്റ് ഡേ പുള്ളി എനിക്ക് തന്നത്. എനിക്ക് ആ സ്ട്രാറ്റജി മനസ്സിലായില്ല. നമ്മളൊക്കെയാണ് തലേന്ന് കൊടുക്കും അല്ലെ മുമ്പേ കൊടുക്കും. ഇവൻ ഇത് കഴിഞ്ഞു കൊടുത്തത് എന്തിനാന്ന് എനിക്ക് കൃത്യമായിട്ട് അത് ചിലപ്പോ അറിഞ്ഞൂടാ. ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും പ്രണയം ഉണ്ടായിരുന്ന കഥാപാത്രം ഏതായിരുന്നു? മിയക്കല്ല, എന്റെ മെഴുതിരി അത്താഴങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആ ക്യാരക്ടർ കുറച്ചും കൂടെ ഒരു പ്രണയം കണക്റ്റഡ് ആയിട്ട് വന്നൊരു സിനിമയായിരുന്നു. അതെനിക്ക് ഇഷ്ടമുള്ളൊരു മൂവിയായിരുന്നു. ചേട്ടനൊക്കെ പ്രണയ കഥ പറയൂ. കല്യാണത്തിന് ശേഷമുള്ള ചേച്ചിയായിട്ടുള്ള ഭാര്യയായിട്ടുള്ള. നമ്മുടെ പ്രണയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പെണ്ണ്, നമ്മുടെ അതേ വേവ് ലെങ്തിലുള്ള ഒരു പെണ്ണ്, നമ്മളുടെ എല്ലാ പ്രാന്തുകളും അതുപോലെ തന്നെ ഉള്ള ഒരു പെണ്ണ്, നമ്മളെ കരിയറിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണ്. പക്ഷെ ഇങ്ങനെ 4 പെണ്ണുങ്ങളുള്ളത് കാര്യം ഭാര്യ അറിയരുത്. അതുകൊണ്ട് ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്റെ അമ്മ ഞാൻ ഓർക്കുന്നു ചേച്ചിനെ കുറിച്ച് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ്. 1 2 3 4 ഈ 4 പെണ്ണുങ്ങളെ കുറിച്ച് ഭാര്യ അറിയരുത്. ഞാനത് പ്രണയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ടാണ്. ഒരാളെ മറ്റേ ആള് കാണാനോ അതിന്റെ ഓപ്പറേഷൻ ഭയങ്കരമായിരിക്കും. പറഞ്ഞാലും ഈ 4 ഗുണഗണങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് സൗമ്യ ചേച്ചി, രമേശേട്ടന്റെ ഭാര്യ. ഇത്രയും ഹാൻസം ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള കാരണം തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വൈഫാണ്. അതെ, മക്കളെയൊക്കെ നോക്കി ചേട്ടന് സ്വസ്ഥമായിട്ട് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം എല്ലാം ഒരുക്കി തരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെന്റലി ചേട്ടൻ ഹാപ്പിയാണ്. മിയനെ വിളിച്ച് പൈസ കളയണ്ടായിരുന്നു, അവളെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ഇത്രയും പ്രൊമോഷൻ ചെയ്യുന്ന കാര്യത്തില്. Once upon a time, once upon a time.